യേശു ഒരിക്കൽ മറുരൂപമലയിലേക്ക് ചെന്നു. മൂന്ന് ശിഷ്യന്മാരെ കൂടി മറുരൂപമലയിലെ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂടി കൂട്ടിക്കൊണ്ട്, ജെയിംസിനെയും കൂട്ടിക്കൊണ്ട് മറുരൂപമലയിലേക്ക് മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിലേക്ക് കടന്നു ചെന്നു. യേശുവിനെ ഈ ശിഷ്യന്മാർ ഇതുവരെ തന്റെ ജഡത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർ ജഡത്തിൽ മാത്രമേ യേശുവിനെ കണ്ടിട്ടുള്ളൂ. ജഡത്തിൽ മാത്രമേ അവർക്ക് യേശുവിനെ അറിയത്തുള്ളൂ. മറുരൂപമലയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ വസ്ത്രം കീറി. തന്റെ ജഡമാകുന്ന വസ്ത്രം ഒന്ന് കീറി. തന്റെ ജഡമാകുന്ന വസ്ത്രം ഒന്ന് കീറി, ഒന്ന് മാറ്റി അങ്ങോട്ട് വെച്ചു. മാറ്റി അങ്ങോട്ട് വെച്ചപ്പോഴാണ് പത്രോസും യോഹന്നാനും യാക്കോബും കാണുന്നത്, യഥാർത്ഥമായി യേശുവിനെ, ആത്മാവിനെ കാണുന്നത്. അവിടെ വെച്ച് അവർക്കൊരു ബോധക്ഷയം വന്നുപോയി. അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവർക്ക് നിൽക്കുവാൻ സാധിക്കുന്നില്ല. സൂര്യനേക്കാൾ പ്രഭയേറുന്ന ആ പ്രകാശത്തിന്റെ മുൻപാകെ അവർക്ക് നിൽക്കുവാൻ സാധിച്ചില്ല. അവർ ഇതുവരെയും കണ്ട ജഡത്തിലുള്ള യേശുവിനെ അല്ല മറുരൂപമലയിൽ വെച്ച് അവര് കണ്ടത്, ആത്മാവിലുള്ള യേശുവിനെ കണ്ടു. As he is in the world, so are you in this world. അവനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഭൂമിയിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ പറഞ്ഞത് നമ്മുടെ ജഡത്തെ പറ്റി അല്ല പറഞ്ഞത്. നമ്മുടെ അകത്തെ ഈ ജഡമാകുന്ന വസ്ത്രം നമ്മളൊന്ന് ഊരി ഒന്ന് മാറ്റിവെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു വീണ്ടും ജനിച്ച ആത്മാവിരിക്കുന്നത് കാണാം. ആ ആത്മാവ് എങ്ങനെയായിരിക്കുന്നറിയാമോ? യേശു വെട്ടിത്തിളങ്ങിയതുപോലെ 10,000 സൂര്യന്റെ പ്രകാശത്തെക്കാൾ ഉപരിയായി യേശുവിനെ മറുരൂപമലയിൽ അവർ കണ്ടപ്പോൾ വെട്ടിത്തിളങ്ങിയവനെ പോലെ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നു. വീണ്ടും ജനിച്ച ആത്മാവിൽ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നു. As he is in the world, so are you in this world. അവനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുന്നു.